ശ്രീ രോഹിത്, ഇവിടെ ഈ താങ്കൾ പറഞ്ഞ പോലെയുള്ള കാര്യമുണ്ടല്ലോ, ഈ ബിൻ ലാദന്റെയും ഷാഫിയുടെയും ചിത്രം വെച്ചുള്ള പ്രചാരണം. സജീഷ് പറഞ്ഞ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ വ്യാജ പ്രചാരണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവുകയാണല്ലോ. ഇതിൽ സത്യമേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായിരുന്നു പ്രചാരണ സമയത്ത്. അതിന്റെ വിശദീകരണമല്ലേ ഇപ്പോൾ നടക്കുന്നത്? അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒറ്റ വിഷയത്തിൽ പോലും സജീഷിന് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ ആദ്യമായിട്ട് വടകരയിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉപയോഗിച്ച പച്ച പതാക ഉപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഒരു മതത്തിന്റെ ആളാണെന്ന തരത്തിലുള്ള പ്രചരണം നടത്തി. അതിന് ഇവർക്ക് മറുപടിയില്ല. അദ്ദേഹത്തിന്റെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഞങ്ങൾ പരാതി കൊടുത്തു, SP ഓഫീസിൽ പരാതി കൊടുത്തു, അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അന്വേഷണം നടന്നില്ല. ഇവിടെ ശൈലജ ടീച്ചർ തന്നെ അവരുടെ ഫോൺ വീഡിയോ ഇറങ്ങി എന്ന് പറഞ്ഞു. ആ വീഡിയോ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല. ബിൻ ലാദന്റെയും ഷാഫിയുടെയും ചിത്രം വെച്ചുകൊണ്ട് പ്രചരണം നടത്തി, അതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. അതിനകത്തും മറുപടിയില്ല. അപ്പൊ ഇത്തരത്തിൽ വടകരയുടെ മനസ്സിൽ, വടകരയുടെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാമെന്ന് LDF ആണ് ശ്രമിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വടകരയിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല, വിഭജനം ഉണ്ടാകാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു വലിയ പൊതുയോഗം വിളിച്ചു ചേർത്തുകൊണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും UDFന്റെയും മുഴുവൻ നേതാക്കന്മാർ സംസാരിച്ചത്. ആ നേതാക്കന്മാർ മുഴുവൻ സംസാരിച്ചതിൽ ഒരാളുടെ ഭാഗത്ത് വന്ന ഒരു ഒറ്റ ചെറിയ പിഴവ്, ഒരു വാക്കിൽ വന്നിരിക്കുന്ന പിഴവ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് വിശുദ്ധരാകാം എന്നതിനെ ആലോചിക്കുകയാണ് LDF. ഇപ്പോ ഞങ്ങളുടെ ഈ UDFന്റെ പൊതുയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചല്ലോ, ഷാഫി പറമ്പിൽ സംസാരിച്ചല്ലോ, മുസ്ലിം ലീഗിന്റെ നേതാവ് സംസാരിച്ചല്ലോ. അവരൊക്കെ സംസാരിച്ച രാഷ്ട്രീയം എന്തായിരുന്നു? വടകരയിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കണം, ജനങ്ങൾക്കിടയിൽ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാകാൻ പാടില്ല, വർഗീയത ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു, വർഗീയതക്കെതിരെയായിരുന്നു. ആ മുദ്രാവാക്യത്തോട് ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് തന്നെയാണ് മുഴുവൻ നേതാക്കന്മാരും സംസാരിച്ചത്. ഒരാളുടെ ഭാഗത്ത് വന്ന് സംഭവിച്ച പിഴവ് ഞങ്ങൾ തള്ളി പറഞ്ഞു, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ CPMന്റെയും അതുപോലെ തന്നെ LDF ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പൊതുയോഗം വിളിച്ചു ചേർത്തല്ലോ. DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞ 3 ടൈമായി MLA ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നീചമായ രീതിയിൽ പറഞ്ഞില്ലേ, രാഷ്ട്രീയ വിഷമാണെന്ന് പറഞ്ഞില്ലേ ഷാഫി പറമ്പിലിനെ കുറിച്ച്. 3 തവണ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPയെ പരാജയപ്പെടുത്തി ജയിച്ച ഒരു വ്യക്തിയെ രാഷ്ട്രീയ വിഷമാണെന്ന് ഒരു MP ആയ, രാജ്യസഭ MP ആയ ഒരു വ്യക്തി വിളിച്ചു പോകുമ്പോ ഇവർക്ക് അതിന് മറുപടിയില്ലേ? ഇവർക്ക് അതിനകത്ത് ഒരു തിരുത്തലും വേണ്ടേ, ഒരു ഖേദവും വേണ്ടേ? അപ്പൊ ആ വിഷയത്തിൽ ഒന്നും തന്നെ ഒരു ആത്മാർത്ഥതയും പുലർത്താതെ ഇപ്പൊ UDFന്റെ കയ്യിൽ വന്ന ഒരു ചെറിയ പിഴവ്, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഖേദം ഞങ്ങൾ പ്രകടിപ്പിച്ചു, വീഴ്ച സംഭവിച്ചു. അപ്പൊ അതിനെ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാം, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അവര്. നന്ദി രോഹിത്.